ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ വോട്ടു നടപടിക്രമങ്ങളിലെ കൃത്രിമത്വത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇനിയും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാരവാഹികളുടെയും നേരിട്ടുള്ള സംഭാഷണത്തിനുള്ള അവസരം ക്ഷണിച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും EVM-ന്റെ തട്ടിപ്പ് എന്ന് പറയുന്ന ചില വശങ്ങളും അതുപോലെ BJP-യുടെ ആളായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള സത്യങ്ങളുമെല്ലാം വെച്ചു നോക്കുമ്പോൾ വലിയ രീതിയിൽ പഴി കേൾക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകുന്നതാണ് നല്ലത് എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതെന്നും എല്ലാ പാർട്ടികൾക്കും അനുയോജ്യമായ സമയം അറിയിക്കണമെന്നും മുഴുവൻ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിഷ്പക്ഷമല്ല എന്ന പ്രതിപക്ഷ വിമർശനത്തിനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും ഒക്കെ നിയമന വിവാദത്തിനും പിന്നാലെയാണ് ഈ പുതിയ നീക്കം എന്നതും വളരെ ശ്രദ്ധേയമാണ്. വോട്ടു യന്ത്രങ്ങൾക്കെതിരായ ആക്ഷേപങ്ങൾക്ക് പുറമെ വോട്ടർ പട്ടികയിലെ വോട്ട് ഇരട്ടിപ്പും വലിയ ചർച്ചയായ ഒരു വേളയാണ് ഇത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. വോട്ടർ പട്ടികയിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോകസഭയിൽ കഴിഞ്ഞ ദിവസം വരെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നിർദ്ദേശങ്ങളും തേടിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-യെ മാത്രം അംഗീകരിക്കുന്ന ഒരു നിലപാട് മാറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കേൾക്കാനുള്ള ഒരു മനസ്സിലേക്ക് മാറി വരുന്നു എന്നുള്ളതാണ് സത്യം. ഏപ്രിൽ 30-നകം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാർട്ടികൾ സമർപ്പിക്കണമെന്ന് ഇതേ കത്തിൽ തന്നെ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 1950-ലെയും 51-ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ, അതുപോലെ 1960-ലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾ, 61-ലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങൾ, സുപ്രീം കോടതി ഉത്തരവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിക്കുക. അതിനനുസരിച്ചായിരിക്കും ചർച്ചകളും നടക്കുക. ഇതിന്റെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വിളിച്ചു ചേർത്ത തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ആശയവിനിമയം നടത്താൻ എല്ലാ സംസ്ഥാന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതിന്റെ റിപ്പോർട്ട് മാർച്ച് 31-നകം കമ്മീഷന് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതായത് നിഷ്പക്ഷവും നീതിപൂർവവുമായി നടത്തേണ്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എല്ലാം തന്നെ ഇപ്പോൾ വിവാദത്തിനും സംശയത്തിനുമൊക്കെ ഇടവരുത്തുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് അത് തുറന്നു പറയേണ്ടി വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപകട അവസ്ഥയിലാണ്. അതാണ് കോൺഗ്രസ് അവരുടെ നിലപാട് കടുപ്പിച്ചത്. താളം തെറ്റിയ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ നീക്കം അവസാനം ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുട്ടുമടക്കി രാഹുൽ ഗാന്ധിയുടെ വഴിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്.